ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് പറയാൻ പോകുന്നത് നാഗമുളക്. അതായത് ഇത് ഒരു വയലറ്റും ബ്ലാക്കും കൂടി ചേർന്നൊരു കളറാണ് ഇതിന്റെ മുളകിന്. ഇത് ഇല കളറൊക്കെ അതായത് നീല കളറൊക്കെ വരും. ഇതിപ്പോ ചെറിയ ചെടിയായതുകൊണ്ടാണ്. ഇതൊരു 3 മീറ്റർ വരെയൊക്കെ ഹൈറ്റ് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ വലിയ ചെടി കാണാം. വലിയ ചെടി ഞാൻ കാണിച്ചു തരാം. ഈ മുളക് ചെടി എന്ന് പറയുന്നത് മറ്റുള്ള മുളക് ചെടിയേക്കാളും വളരെ വ്യത്യസ്തത പുലർത്തുന്നൊരു ചെടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല തന്നെ വളരെ വലിപ്പ കൂടുതലാണ്. അതുപോലെ തന്നെ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പൂവിൽ നിന്ന് തന്നെ, ഒരു മുട്ടിൽ നിന്ന് തന്നെ 2ഉം 3ഉം മുളക് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു 5 ഇതളുള്ള വളരെ ചെറുതായിട്ടുള്ള വൈറ്റ് കളറിലുള്ള പൂവാണ്. ഇതിപ്പോൾ ഒരു 10 ദിവസത്തിന് മുമ്പ് ഒരു 1/2 കിലോത്തോളം മുളക് പറിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മുളക് കുറവ്. സാധാരണ നമുക്കൊരു 6 ദിവസം ആകുമ്പോഴത്തേന് ഇതിനകത്തുനിന്ന് ഒരു 300 ഗ്രാം മുളകെങ്കിലും കിട്ടും. ആ സൈസിലുള്ള നല്ല ഒരുപാട് കമ്പുകളുള്ള അതും പെട്ടെന്ന് തന്നെ മുളക് ഉളഞ്ഞു കിട്ടുന്ന ഒരു ടൈപ്പ് മുളകാണ്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ? ഹൈറ്റ് തന്നെ ഒരു 3 മീറ്ററിൻ്റെ അടുത്തതിന് ഹൈറ്റ് വരും. മുളകെല്ലാം നല്ല ബ്ലൂവും ബ്ലാക്കും കൂടി ചേർന്ന ഒരു കളറായിരിക്കും. നല്ല ഭംഗിയാണ് ഈ മുളക് കാണാനായിട്ട് തന്നെ. ഇപ്പം ഈ മുളക് വെച്ചിട്ട് ഏകദേശം ഒരു 6-7 മാസമായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വളം ചെയ്യുന്ന പറഞ്ഞാൽ കുറേ ചപ്പും ചവറുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഴ്ച 1-2 പ്രാവശ്യം വെള്ളം ഒഴിക്കും. അപ്പം ഇതിന് റെഗുലറായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ മുളകിലാണെങ്കിൽ തന്നെ നല്ല എരിവാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് തൈരിനകത്ത് ഒരു മുളക് തിരുമി കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ സുഖമായിട്ട് ചോറ് കഴിക്കാം. വേറെ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. വളരെ മറ്റുള്ള മുളകിനേക്കാളും വളരെ ടേസ്റ്റായിട്ടാണ് ഇത് കാണുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ 8 മാസമായിട്ട് ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. സാധാരണ മുളകിനെന്ന് പറഞ്ഞാൽ ഈ മുരടിപ്പ് വരാറുണ്ട്. പക്ഷേ ഇതിനങ്ങനെ മുരടിപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് നടാൻ ആരെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1.5 മീറ്റർ അകലത്തിൽ വേണം ഇത് നടാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുമാതിരി മരം പോലെ ഇങ്ങനെ വളരുന്നതാണ്. അപ്പോൾ അതുപോലെ നല്ല ഉൽപ്പാദനവും കിട്ടും. ഇപ്പോൾ ഉൽപ്പാദനം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇപ്പം മുളകിന് തന്നെ നല്ല മാർക്കറ്റുണ്ട്. ഇപ്പോൾ 1 കിലോ മുളകിന് കാന്താരിക്കൊക്കെ ആണെങ്കിൽ 375, 400, 500, ഉണങ്ങിയതിനൊക്കെ ആണെങ്കിൽ 1500, 2000 വരെയൊക്കെ വിലയുണ്ട്. അതുപോലെ തന്നെ ഉണ്ടമുളകിനും 375, 400 രൂപ വില ഉണ്ടമുളകിനും ഉണ്ട്. പക്ഷേ ഇതിന് എന്തായാലും ഒരു 300 രൂപ മാർക്കറ്റിൽ ഇത് കിട്ടും. ഇത് അങ്ങനെ എല്ലായിടവും ഇല്ലാത്തൊരു മുളക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ല ഡിമാൻഡും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ മുളക് നടുന്നവർ സാഗരിക ഗോൾഡ് എന്ന് പറഞ്ഞൊരു ലിക്വിഡുണ്ട്. അത് ഇഫ്കോഡാണ്. അതൊരു 4 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ഒരു 7 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൂവും കായും മുളകും ഒക്കെ ധാരാളം ഉണ്ടാകും. അതെല്ലാം ഇതിന് മാത്രമല്ല, എല്ലാത്തിനും കൊടുക്കുക. ഞാനിപ്പം അങ്ങനെയുള്ള ഈ സാഗരിക കൊടുത്ത് ഒരുപാട് പച്ചക്കറികളൊക്കെ കൊടുത്തിട്ട് നല്ല റിസൾട്ട് ആവുന്നുണ്ട്. അപ്പം മുളക് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ മുളക് കൃഷിയൊക്കെ ചെയ്തു കേട്ടോ. മുളകിന് നല്ല ഡിമാൻഡുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല മാർക്കറ്റുണ്ട്. ഒരുപാട് ആവശ്യക്കാരുണ്ട് മുളകിന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.